വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി രസമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് സദ്യയുടെ കൂടെ ഒഴിച്ചു കൂട്ടാനായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി രസമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനു വേണ്ടി നമുക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമായിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുരുമുളകാണ് വേണ്ടത്. കുരുമുളക് ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള കുരുമുളകാണ്. പിന്നെ നമുക്ക് വേണ്ടത് നല്ല ജീരകമാണ്, സാധാരണ ജീരകം. അതൊരു 1/2 ടീസ്പൂൺ ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളകും ഒരു 2 തണ്ട് കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് നെടുകെ ഒന്ന് കീറിയിട്ട് 2ആയിട്ട് മുറിച്ചിട്ടിട്ടുള്ളതാണ്. 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും. പിന്നെ വേണ്ട ഒരു മീഡിയം സൈസ് തക്കാളി. ആ തക്കാളി നന്നായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും വേണം. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയില നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, ചെറിയ പീസസായിട്ട്. പിന്നെ ഒരു നെല്ലിക്ക അളവിന് പുളി എടുത്തിട്ട് വെള്ളത്തിൽ കുറേ നേരം സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തത് ഒരു കപ്പ് വെള്ളത്തിലാണ് നമ്മളത് പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. അത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10-15 അല്ലി ചെറിയ ഉള്ളിയാണ് വേണ്ടത്. ആ ചെറിയ ഉള്ളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അഥവാ നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ല എന്നിരിക്കട്ടെ, അപ്പോൾ ഒരു മീഡിയം സൈസ് സവോള എടുത്താൽ മതിയാവും. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ചൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് 1/2 ടീസ്പൂൺ കായപ്പൊടിയും കുറച്ച് ഉപ്പുമാണ് നമുക്ക് വേണ്ടത്. പിന്നെ വെള്ളവും. ഇത്രയും സാധനം മതി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ആദ്യം നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അമ്മി ഉണ്ടെങ്കിൽ അമ്മി യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ ഇങ്ങനെ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുക്കുക. ആ ജാറിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ വലിയ പീസ് ഇഞ്ചി ഉണ്ടല്ലോ, ആ ഇഞ്ചിന് ചെറിയ പീസസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. നമ്മളിങ്ങനെ ചെയ്യുന്നത് പെട്ടെന്നൊന്ന് ചതഞ്ഞ് കിട്ടാനായിട്ടാണ് നമ്മൾ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ഇഞ്ചിയൊക്കെ ഏതാണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു 7-8 അല്ലി വെളുത്തുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അല്ലി നമ്മൾ അതിലേക്ക് ചേർത്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളെ കുരുമുളകും ആ ജീരകവും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഈ കുരുമുളകൊക്കെ ജസ്റ്റ് ഒരു 3-4 പീസായിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ഉടച്ച് കിട്ടിയാൽ മാത്രം മതി. ആ ചെറിയ ഉള്ളി ഒരു 10-15 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവോള നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ നമ്മൾ ചേർത്തിട്ട് ഇതൊന്ന് നമ്മൾ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒത്തിരി അരഞ്ഞ് പേസ്റ്റ് രൂപത്തിലാക്കേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. അമ്മി വെച്ച് നമ്മൾ ചതയ്ക്കുമ്പോൾ എങ്ങനെയിരിക്കും ആ രീതിക്ക് വേണം ചതച്ചെടുക്കാനായിട്ട്. ഒത്തിരി പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ട ഒരു ആവശ്യമില്ല. രസത്തിൽ ഇതൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ, കുരുമുളകൊക്കെ ഇങ്ങനെ ചെറിയ പീസൊക്കെ കടിക്കാൻ കിട്ടണം നമുക്ക്. ഏതാണ്ട് നമ്മൾ നന്നായിട്ട് ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. കുരുമുളകൊക്കെ ഏതാണ്ട് 3-4 പീസസായിട്ടേ അത് കട്ടായിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് ഒരു കടായി എടുത്ത് അടുപ്പത്തേക്ക് വെക്കുക, ഒരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെക്കുക. ആ പാൻ ഒന്ന് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലാണ് ഇഷ്ടമാണെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒന്ന് ചൂടായതിനു ശേഷം കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മിക്സ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ മിക്സ് ഇടുമ്പോൾ തന്നെ ആ എണ്ണയിൽ കിടക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ, നല്ലൊരു മണം വരുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി നമുക്കിതിന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ ഏതാണ്ട് ഒന്ന് സ്മാഷായിട്ട് കിട്ടണം കേട്ടോ, ഇച്ചിരി ഒന്ന് ഉടഞ്ഞ് കിട്ടണം. നന്നായിട്ട് ഉടയേണ്ട, ചെറുതായിട്ടൊന്ന് ഉടഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായി നമ്മുടെ പുളിവെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ആ പുളിവെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ടോട്ടലി ഇപ്പം 4 ഗ്ലാസിൻ്റെ രസമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. 1 ഗ്ലാസ് പുളിവെള്ളവും 3 ഗ്ലാസ് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പാകത്തിന് മാത്രം ഉപ്പിടുക. പുളി രസമാണല്ലോ, അപ്പം ഉപ്പും പുളിയും ഏതാണ്ട് ഒരു ടേസ്റ്റി നിൽക്കണം. അപ്പോൾ അതിന് പാകത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിള വന്നതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ മല്ലിയില ഇതിലേക്ക് വിതറി കൊടുത്തിട്ട് ഉടനെ അടച്ച് വെക്കുകയാണ് നമ്മൾ വേണ്ടത്. മല്ലിയില വിതറിയിട്ട് ഉടനെ തന്നെ നമ്മളിതൊന്ന് അടച്ച് വെക്കുമ്പോഴേ അതിൻ്റെയൊക്കെ ഫ്ലേവർ ഇറങ്ങിയിട്ട് രസം ഒരു പ്രത്യേക ടേസ്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്കിന്ന് അടച്ച് വെക്കാം. നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.